ചിന്തയ്ക്കായിട്ട് നമുക്ക് 2 വേദഭാഗങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങളും. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതപ്പെട്ട ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. ഈ വായിച്ച വേദഭാഗത്ത് വെള്ളക്കുതിരമേൽ വാഹനമേറി ഒരു വ്യക്തി രംഗത്തേക്ക് വരികയാണ്. ഇവിടെ കുതിരപ്പുറത്തിരിക്കുന്നവന് ഒരു കിരീടമാണ് ശിരസിലുള്ളത്. വ്യക്തി കയറിയിരിക്കുന്ന കുതിര വെളുത്തതാണ്, ശിരസിൽ കിരീടമുണ്ട്. എന്നാൽ ഒരു കിരീടമേ ഉള്ളൂ. 19-ാം അധ്യായം എടുത്ത് അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. 11-ാം വാക്യം മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതപ്പെട്ട ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ വെള്ളക്കുതിരയുണ്ട്. കുതിരമേൽ വാഹനമേറിയ ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ ശിരസിൽ അനേകം രാജമുടികളാണ്. 6-ന്റെ 1-2 വാക്യങ്ങളിലും വെളിപ്പാട് 19-ന്റെ 11 മുതലുള്ള വാക്യങ്ങളിലും 2 വെള്ളക്കുതിരകളെ കാണാം. കുതിരകളിന്മേൽ വാഹനമേറിയ ഓരോ വ്യക്തികളെ കാണാം. പക്ഷെ വ്യത്യാസം, 6-ൽ കുതിരപ്പുറത്ത് കയറിയവൻ്റെ ശിരസിൽ ഒരു കിരീടം, 19-ൽ കുതിരപ്പുറത്ത് കയറിയവൻ്റെ തലയിൽ അനേകം കിരീടങ്ങൾ. ഈ അനേകം കിരീടങ്ങൾ ചൂടിയവൻ ആരാണെന്ന് ആ വചനഭാഗത്ത് വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവാണ് 19-ാം അധ്യായത്തിൽ വാഹനമേറി വരുന്നത്. അത് മഹാപീഡനത്തിൻ്റെ ഒടുവിലാണ്. എന്നാൽ മഹാപീഡനത്തിൻ്റെ ആരംഭത്തിൽ വെള്ളക്കുതിരമേൽ വാഹനമേറി ഒരു കിരീടം ചൂടിക്കൊണ്ട് ഒരാൾ രംഗത്തേക്ക് വരുന്നവൻ എതിർ ക്രിസ്തുവാണ്. 19-ൽ ക്രിസ്തു, 6-ൽ എതിർ ക്രിസ്തു. 19-ൽ സാക്ഷാൽ ക്രിസ്തു, 6-ൽ അന്തിക്രിസ്തു. ഈ 2 പ്രത്യക്ഷതകൾക്ക് ഇടയിൽ 7 വർഷങ്ങളാണ്. അതാണ് മഹാപീഡനം. അപ്പോൾ മഹാപീഡനം ഇവിടെ ആരംഭിക്കുന്നതിന് മുന്നമേ യേശു മധ്യാകാശത്ത് വന്ന് തൻ്റെ വിശുദ്ധ ഗണങ്ങളെ ചേർക്കും. അത് കഴിഞ്ഞ് 7 വർഷമാണ് മഹാപീഡനം. അതിൻ്റെ പ്രാരംഭത്തിൽ അന്തിക്രിസ്തു രംഗത്ത് വരും. 7 വർഷം കഴിയുമ്പോൾ ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിൽ 1000 കൊല്ലം വാഴും. അപ്പോൾ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട ശേഷം സ്വർഗീയ സദസ്സും ആരാധനയുമാണ് വെളിപ്പാട് 4-5 അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം. എന്നാൽ അതിനെ തുടർന്ന് ഭൂമിയുടെ നില എന്തായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിപ്പാൻ പോകുന്നത്. ഇനി തുടർന്ന് ഭൂമിയുടെ നില എന്തായിരിക്കും? റോമാലേഖനം 11-25 പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ അഥവാ യഹൂദന്മാർ ഏറിയ നാൾ ആശയോടെ അവരുടെ മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച മശിഹ അവരുടെ മധ്യത്തിലേക്ക് ചെന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടാഞ്ഞതിനാൽ, അവർക്ക് മശിഹായെ തിരിച്ചറിയാൻ കഴിയാഞ്ഞതിനാൽ അവർ മശിഹായെ തള്ളിക്കളഞ്ഞു.
യേശുക്രിസ്തുവിനെ 4 കോടതികളിലെ 7 പ്രാവശ്യം വിസ്തരിച്ചു. ഒന്നാമത് ഹന്നാസ്, രണ്ടാമത് കയ്യഫാവ്, മൂന്നാമത് പീലാത്തോസ്, നാലാമത് ഹെരോദാവ്, വീണ്ടും 3 തവണ പീലാത്തോസ്. വിസ്താരവേളയിൽ യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന് പീലാത്തോസിന് മനസ്സിലായി. ഇവർ ചുമത്തിയ കുറ്റമൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. യേശു നിരപരാധിയാണെന്ന് പീലാത്തോസിന് മനസ്സിലായി. യേശുക്രിസ്തുവിനെ വിട്ടയക്കണമെന്ന് പീലാത്തോസിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. യഹൂദന്മാരുടെ പെസഹ ഉത്സവം യെരുശലേമിൽ നടക്കുകയാണ്. അക്കാലത്ത് പുരുഷാരമിച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുക പതിവാണ്. അന്ന് ശ്രുതിപ്പെട്ട ഒരു തടവുകാരനുണ്ട്. അവൻ്റെ പേര് ബറബ്ബാസ് എന്നാണ്. അവനെയും യേശുവിനെയും മുമ്പോട്ട് കൊണ്ടുവന്ന് നിർത്തി ആരെ വിട്ടുതരണമെന്ന് ചോദിച്ചാൽ യേശുവിനെ എല്ലാവരും ചോദിച്ചു വാങ്ങുമെന്നാണ് പീലാത്തോസ് കണക്ക് കൂട്ടിയത്. കാരണം യേശു അനേക കുരുടന്മാർക്ക് കണ്ണുണ്ടാക്കി കൊടുത്തു, അനേക ജഗടന്മാർക്ക് കേൾവി കൊടുത്തു, അനേക മുടന്തന്മാർക്ക് നടക്കുവാനുള്ള ശേഷി നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, നാട് നീളം നന്മ ചെയ്തവനാണ്. പക്ഷേ യേശുക്രിസ്തുവും ബറബ്ബാസും മുമ്പോട്ട് കൊണ്ടുവരപ്പെട്ടു. ഇവരിൽ ഏവനെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് യഹൂദജാതിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി. പീലാത്തോസ് ഞെട്ടിപ്പോയി. എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കൈസറില്ലാതെ വേറെ രാജാവില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് റോമൻ ചക്രവർത്തിയാണ് രാജാവ്, വേറെ രാജാവില്ലെന്ന് പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് നാടുവാഴി കണ്ടിട്ട് പാത്രത്തിൽ വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ. ഏകസ്വരത്തിൽ ഇസ്രായേൽ വിളിച്ച് പറഞ്ഞു, അവരുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ബറബ്ബാസിനെ കെട്ടഴിച്ച് അവരുടെ മധ്യത്തിലേക്ക് പീലാത്തോസ് വിട്ടയച്ചു. യേശുക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ വിധിച്ചു. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അഥവാ യഹൂദനും ജാതിക്കും അത് രക്ഷാകാരണമായി തീർന്നു. അങ്ങനെ ജാതികളായി നമുക്ക് ഒരു സന്ദർഭം ലഭിച്ചതിനാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഥവാ നല്ല ഒലിവിൻ്റെ ശാഖകളായ യഹൂദനെ ഒടിച്ചിട്ട് കാട്ടൊലിവിൻ്റെ ശാഖകളായ ജാതികളായ നമ്മെ തൽസ്ഥാനത്ത് ദൈവം ഒട്ടിച്ചു ചേർത്തെന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് പുതിയ നിയമസഭ. പുതിയ നിയമസഭയിൽ ആർക്കും പ്രവേശിക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം. എന്നാൽ യഹൂദന് സംഭവിച്ചിരിക്കുന്നത് അംശമായ കാഠിന്യമാണെന്നും ഇനി അവർക്കൊരു യഥാസ്ഥാപനവും വിടുതലും അംഗീകരണവും ഉണ്ടെന്ന് റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെപ്പോഴാണ് അവർക്ക് സംഭവിക്കുക? റോമാലേഖനം 11:15 പൗലോസ് ഇങ്ങനെ എഴുതുന്നു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അപ്പൊ യഹൂദന്റെ ഭ്രംശം അഥവാ ചെതറിപ്പോക്ക് ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി. ആമേൻ. അതുകൊണ്ട് ഇന്ന് നമ്മൾ അറിയിക്കുന്ന സുവിശേഷം നിരപ്പിന്റെ സുവിശേഷമാണ്. ഏവരോടും നമ്മൾ വിളിച്ചു പറയുകയാണ്, ക്രിസ്തു മൂലം ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം, യഹൂദന്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? മരിച്ചവർ എപ്പോഴാണ് ഉയർക്കുന്നത്? യേശു വരുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവിന്റെ മധ്യാകാശ വരവിനെ തുടർന്ന് അവരെ ദൈവം അംഗീകരിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടിയാണ് യഹൂദനാകുന്ന അത്തി തളിർത്ത് പലസ്തീനിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവന് രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് യഹൂദൻ നിലവിളിച്ചെങ്കിൽ ആ രക്തം അവരുടെ തലമുറകളുടെ മേൽ വന്നു. AD 31 നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ മരിച്ച കർത്താവ് കല്ലറയിൽ അടക്കപ്പെടുകയും 3-ാം നാൾ പുനരുദ്ധാനം ചെയ്യുകയും 40-ാം നാൾ സ്വർഗ്ഗാരോഹണം ചെയ്യുകയും അതിന്റെ 10-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് സഭ രൂപീകരിക്കുകയും ചെയ്തു. അത് AD 31 നടന്നെങ്കിൽ AD 70 യെരുശലേമിലുള്ളതായ യഹൂദന്റെ ആലയം വെസ്പേഷ്യന്റെ മകനായ തീത്തോസ് നശിപ്പിച്ചു. അനേക യഹൂദന്മാരെ കൊന്നു, അനേക യഹൂദന്മാരെ തടവിലാക്കി. അങ്ങനെ അവരുടെ ആലയം AD 70 നശിച്ചു. എന്നാലും യഹൂദൻ പാഠം പഠിച്ചില്ല. AD 132 ബെൽക്കച്ബ എന്നു പേരായ ഒരു യഹൂദന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം യഹൂദന്മാർ റോമക്കെതിരെ ഒരു വിപ്ലവം തുടങ്ങി. അതിന്റെ ഫലമായി അവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവര് അടിമകളായി പിടിച്ചുകൊണ്ടു പോകപ്പെടുകയും ചെയ്തു. ഒരു യഹൂദൻ പോലും യെരുശലേമിൽ ശേഷിക്കാതെ വണ്ണം എല്ലാവരെയും കൊണ്ടുപോയി.
അങ്ങനെ സ്വന്തം രാജ്യം വിട്ട്, ഇസ്രായേൽ വിട്ട് യഹൂദൻ ലോകത്തിലുള്ളതായ അനേക ജാതികളിലേക്ക് ചിതറിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ മാളയിലും കൊച്ചിയിലും വന്ന് യഹൂദൻ പാർത്തു. മാളയിൽ യഹൂദൻ്റെ ശവക്കോട്ടയുണ്ട്. അവിടെ യഹൂദൻ്റെ കല്ലറ കാണാം. യഹൂദൻ്റെ കല്ലറ നമ്മുടെ കേരളത്തിൽ മാളയിലല്ലായിരുന്നു വരേണ്ടത്, പലസ്തീൻ നാട്ടിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ആ കല്ലറ മാളയിൽ വരാൻ കാരണം യേശുക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറച്ചു വന്നതുകൊണ്ടാണ്. അങ്ങനെ അനേക ശതാബ്ദങ്ങൾ യഹൂദന്മാർ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ട് മറ്റുള്ളവരാൽ മർദ്ദിക്കപ്പെട്ടു. റഷ്യയിൽ സർ ചക്രവർത്തിമാർ യഹൂദന്മാരെ ജീവനോടെ പിടിച്ച് കണ്ണ് തുരന്നെടുത്തു, നാവ് ജീവനോടെ നിർത്തി പിഴുതെടുത്തു. പക്ഷേ സർ ചക്രവർത്തിമാരെ ലെനിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ റഷ്യ പിടിച്ചടക്കിയപ്പോൾ സർ ചക്രവർത്തിമാരെ ദൈവം ന്യായം വിധിച്ചു. ജർമ്മനിയിൽ നാസി ഭരണകാലത്ത് ഹിറ്റ്ലർ ഏകദേശം 60 ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നൊടുക്കിയത്. യഹൂദന്മാരെ പിടിച്ച് അവരെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി ചന്തയിൽ വിറ്റ ദുഷ്ടനാണ് ഹിറ്റ്ലർ. തെരുവിൻ്റെ 2 സൈഡിലും ഇറച്ചി വെട്ടുകടകൾ പോലെയുള്ളതായ ഷെഡുകൾ വെച്ച് കെട്ടി യഹൂദന്മാരെ കൊന്ന് തലകീഴായി കെട്ടിത്തൂക്കി. മാത്രമല്ല, യഹൂദ സ്ത്രീകളെ ജീവനോടെ പിടിച്ച് ബോധം കെടുത്താതെ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്ത് പഠിക്കുവാൻ ഹിറ്റ്ലർ കൊടുത്തു. അങ്ങനെ യഹൂദന്മാർ അനുഭവിച്ചതുപോലെയുള്ളതായ പീഡനങ്ങൾ ലോകത്തിൽ ഒരു ജാതിയും അനുഭവിച്ചിട്ടില്ല. അവർ ലോകമെമ്പാടും ഉഴന്നു നടന്നു. അവർ അനുഭവിച്ചതായ പീഡനങ്ങൾ അവർണ്ണനീയമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ജാതിയുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജാതിയാണ്. ദൈവം അവരുടെ ദൈവമാണ്, പ്രമാണവും അവർക്കാണ് കൊടുത്തത്, മശിഹ അവരുടെ അടുക്കലേക്കാണ് വന്നത്. പക്ഷേ ദൈവത്തെ അനുസരിക്കാത്തതിനാൽ ഇതെല്ലാം യഹൂദൻ അനുഭവിച്ചെങ്കിൽ ആമേൻ, ഇന്നത്തെ ഇസ്രായേൽ നമ്മളാണ്. ഈ ദൈവം നമുക്ക് പിതാവാണ്. ദൈവം പുതിയ നിയമം എന്ന ഉത്തമമായ ഒരു പ്രമാണം നമുക്ക് തന്നിരിക്കുകയാണ്. ഇതനുസരിക്കാത്ത പെന്തക്കോസ്തുകാരെ നല്ല പാഠം ദൈവം പഠിപ്പിക്കുന്ന ദിവസം വരുന്നുണ്ട്. അതാണ് മഹാപീഡനം. പ്രമാണം ഏറ്റുവാങ്ങിയ യഹൂദൻ പ്രമാണം അനുസരിക്കാതെ വന്നപ്പോൾ അവരെ ദൈവം നല്ല പാഠം പഠിപ്പിച്ചെങ്കിൽ, പ്രമാണം ഏറ്റുവാങ്ങിയ പുതിയ നിയമസഭ പ്രമാണം അനുസരിക്കാതെ വരുമ്പോൾ കർത്താവിന്റെ വരവിങ്കൽ ആ ക്രൈസ്തവർ കൈവിടപ്പെട്ടു പോവുകയും അന്ത്യക്രൈസ്തവ ഭരണകാലത്തേക്ക് അവരെ തള്ളിയിട്ട് ദൈവം നല്ല പാഠം പഠിപ്പിക്കുന്ന ദിവസം വരുന്നുണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ ദൈവത്തോട് മറുതലിക്കുന്നവരല്ല. ദൈവത്തിന്റെ വചനം ഉയർത്തി ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മൾ. സഭയിൽ പ്രശ്നമുണ്ടാക്കുന്നവര്, 2 താഴിട്ട് പൂട്ടുന്നവര്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പാസ്റ്റർമാരെ തല്ലുന്നവര്, ആമേൻ, വിശ്വാസികളെ തല്ലുന്ന പാസ്റ്റർമാര്, ഇവരെയൊക്കെ നല്ല പാഠം പഠിപ്പിക്കുന്ന ഒരു ദിവസമുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിൽ എഴുതി, തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ദൈവസഭയിലേക്ക് വരുവാൻ നമുക്കിടയായെങ്കിൽ ഒരു സന്തോഷ വാർത്ത, അത് നമുക്ക് ഈ പ്രമാണത്തിനായി നിലകൊള്ളാം. നമ്മുടെ കർത്താവ് എന്താണ് സേന മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ട യഹൂദൻ 1-ാം ലോകമഹായുദ്ധത്തിന്റെ ഫലമായി ഇസ്രായേൽ നാട്ടിൽ കുടിയേറിപ്പാർക്കുവാൻ അവർക്ക് അനുവാദം കിട്ടി. 2-ാം ലോകമഹായുദ്ധത്തിന്റെ ഫലമായിട്ട് അവർക്ക് പ്രൈസ് ദി ലോർഡ് സ്വന്തമായി രാഷ്ട്രം സ്ഥാപിക്കുവാൻ UNO അനുവാദം കൊടുത്തു. അങ്ങനെ പ്രൈസ് ദി ലോർഡ് യഹൂദൻ സ്വന്തമായി രാഷ്ട്രം സ്ഥാപിച്ച് അതിന് ഉദ്ഘാടനവും ചെയ്തു. മാത്രമല്ല 1967 ജൂൺ മാസത്തിൽ നടന്ന അറബി ഇസ്രായേൽ സംഘടനത്തിൽ ചരിത്ര പ്രസിദ്ധമായ പഴയ യെരുശലേം യഹൂദന്റെ കൈവശം വന്നു ചേർന്നു. 1968 ആ യെരുശലേമിൽ വെച്ച് യഹൂദന്മാർ പെസഹായുടെ അപ്പം പ്രാർത്ഥിച്ച് മുറിച്ച് ഭക്ഷിച്ചു. ആ യെരുശലേം വിട്ടുകിട്ടണമെന്ന് അറബികൾ ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായി വിട്ടുകൊടുത്തിട്ടില്ല.
യഹൂദൻ ഇന്ന് ലോകത്തിലെ ഒരു ശക്തിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു വൻ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എന്തിനെ കാണിക്കുന്നു? നമ്മുടെ കർത്താവ് വന്ന് മെച്ചേർത്താൽ പിന്നെ യഹൂദ ജാതിയെ പലസ്തീൻ നാട്ടിൽ നിർത്തിക്കൊണ്ട് ദൈവം അവരോട് ഇടപെടാൻ തുടങ്ങും. അതിന് അവരവിടെ തല ഉയർത്തി നിൽക്കണം. കർത്താവിന്റെ വരവിനോട് ദൈവമക്കൾ വളരെ അടുത്തിരിക്കുകയാണ്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് തിരിയുകയാണ്. അങ്ങനെ യഹൂദൻ പലസ്തീൻ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവം അവരോട് ഇടപെടാൻ കാലമായി. ഇസ്രായേലിനോടുള്ളതായ ദൈവത്തിന്റെ ഈ ഇടപെടലിന്റെ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ദാനിയേലിന്റെ 70 ആഴ്ചവട്ടം എന്നു പേരായ ഒരു പഠനം വേദപുസ്തകത്തിലുണ്ട്. അത് മനസ്സിലാക്കണം. ദാനിയേൽ പ്രവാചകൻ 68 വർഷമായി ബാബിലോണിൽ പാർത്തു വരവേ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കാനിടയായി. യിരെമ്യാ പ്രവചനം 25:11, 29:10, ദാനിയേൽ പ്രവചനം 9:1-2 ഇത്യാദി വാക്യങ്ങൾ വായിച്ചാൽ കാര്യം മനസ്സിലാകും. 70 വർഷം യഹൂദൻ ബാബിലോണിൽ പ്രവാസികളായിരിക്കുമെന്നും 70 വർഷം കഴിഞ്ഞവരെ ഇസ്രായേലിലേക്ക് ദൈവം മടക്കി വരുത്തുമെന്നും യിരെമ്യാവ് പ്രവചിച്ചു. ഈ പ്രവചന ഭാഗം ദാനിയേല് ബാബിലോണിലായിരിക്കുമ്പോൾ വായിക്കാനിടയായി. അപ്പോൾ താൻ അവിടെ എത്തിയിട്ട് 68 വർഷമായി. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ യഹൂദന് ഉദ്ധാരണം ഉണ്ടാകുമല്ലോ എന്ന് ഓർത്ത് ദാനിയേല് പ്രാർത്ഥനയോടും യാതനയോടും കൂടെ ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചു. മുഖം തിരിച്ചപ്പോൾ ദാനിയേൽ പ്രവചനം 9:20-24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ തന്റെ പ്രാർത്ഥനയെ തുടർന്ന് ഗബ്രിയേൽ മാലാഖ ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടു. ദാനിയേൽ ഉദ്ദേശിച്ച പ്രകാരം അപ്പോഴത്തെ 70 വർഷം കൊണ്ട് ഇസ്രായേലിന് പൂർണ്ണമായി ഉദ്ധാരണം ഉണ്ടാകില്ലെന്നും പിന്നെയോ ഏതോ ഒരു കൽപ്പനയുടെ ശേഷം 70 ഏഴുകൾ കഴിഞ്ഞുള്ള ഒരു കാലം, അതിനെ തുടർന്നാണ് ഇസ്രായേലിന് പൂർണ്ണ ഉദ്ധാരണം ഉണ്ടാകുകയുള്ളൂ എന്ന് ഗബ്രിയേൽ ദാനിയേലിന് വെളിപ്പെടുത്തി. ഇസ്രായേലിനുള്ളതായ ദൈവത്തിന്റെ ഇടപെടലെ നാം ബൈബിളിൽ പരിശോധിച്ചാൽ 490 വർഷങ്ങൾ വീതമുള്ള ചില പീരീഡുകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാം തുടങ്ങിയാണ് അവരുടെ ചരിത്രം തുടങ്ങുന്നത്. അങ്ങനെ അബ്രഹാം തുടങ്ങി യഹൂദന്റെ ചരിത്രം നാം നോക്കിയാൽ 490 വർഷങ്ങൾ വീതമുള്ള ചില പീരീഡുകളായിട്ടാണ് ദൈവം യഹൂദജാതിയോട് ഇടപെട്ടിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ 68 വർഷമായി ബാബിലോണിൽ പാർത്തു വരവേ യിരെമ്യാ പ്രവചന ഗ്രന്ഥം വായിച്ചു. യിരെമ്യാവ് 25:11, 29:10, ദാനിയേൽ 9:1-2 വാക്യങ്ങൾ. ആ ഭാഗത്ത് യിരെമ്യാ പ്രവചനത്തിൽ 70 വർഷം ഇസ്രായേൽ ബാബിലോണിൽ അടിമകളായിരിക്കുമെന്നും 70 വർഷം കഴിഞ്ഞ് ദൈവം അവരെ മടക്കി വരുത്തുമെന്നും പ്രവചനമുണ്ട്. ദാനിയേൽ ഇത് വായിച്ചപ്പോൾ താൻ അവിടെ എത്തിയിട്ട് 68 വർഷമായി. അതുകൊണ്ട് ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഇസ്രായേലിന് ഉദ്ധാരണം ഉണ്ടാകുമല്ലോ എന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ട് ദാനിയേൽ യാചനയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിങ്കിലേക്ക് മുഖം തിരിച്ചപ്പോൾ ദാനിയേൽ പ്രവചനം 9:20-24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നീ വിചാരിച്ചതുപോലെ ഇപ്പോഴത്തെ 70 വർഷങ്ങൾ കഴിയുമ്പോൾ ഇസ്രായേലിന് പൂർണ്ണമായ ഉദ്ധാരണം ഉണ്ടാകുകയില്ല, അംശമായ ഉദ്ധാരണമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെയോ യഹൂദജാതിക്ക് പൂർണ്ണമായ ഉദ്ധാരണം ഉണ്ടാകണമെങ്കിൽ ഏതോ ഒരു കൽപ്പനയുടെ ശേഷം 70 ഏഴുകളുടെ ഒരു കാലയളവ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്, പൂർണ്ണ ഉദ്ധാരണം ഉണ്ടാകുന്നതെന്ന് ഗബ്രിയേൽ മാലാഖ വെളിപ്പെടുത്തി. യഹൂദന്റെ ചരിത്രം ആരംഭിക്കുന്നവരുടെ പിതാവായ അബ്രഹാം മുതലാണ്. അവരുടെ ചരിത്രം നാം പഠിച്ചാൽ 490 വർഷങ്ങൾ വീതമുള്ള ചില പീരീഡുകളായിട്ടാണ് ദൈവം ആ ജാതിയോട് ഇടപെട്ടിട്ടുള്ളതെന്ന് കാണുവാൻ കഴിയും. അങ്ങനെ 490 കണക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ കണക്ക് അബ്രഹാം തുടങ്ങി ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സീനായെങ്കിൽ അവർ ന്യായപ്രമാണം പ്രാപിക്കുന്നത് വരെയുള്ള കാലയളവാണ്. അബ്രഹാമിൻ്റെ കാലയളവ് BC 2111. യഹൂദന് സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്ന് ന്യായപ്രമാണം കൊടുത്തത് BC 1606 BC താഴോട്ടാണ് എണ്ണുന്നത്. അങ്ങനെ BC 2111 മുതൽ BC 1606 വരെ കണക്കാക്കിയാൽ 505 വർഷങ്ങൾ കിട്ടും. ആ 505 വർഷങ്ങളിൽ അബ്രഹാം ഹാഗാറിനെ പരിഹരിച്ച ശേഷമുള്ള 15 വർഷം തള്ളിയാൽ അതൊരു ബ്രാക്കറ്റ് കാലയളവാണ്. 490 എന്നുള്ള കാലസംഖ്യ കിട്ടും. അതാണ് 490 വർഷങ്ങൾ ദൈവം ഇസ്രായേൽ ജാതിയോട് ഇടപെട്ടുകൊണ്ടിരുന്നു. തുടർന്ന് രണ്ടാമത്തെ 490,
അത് സീനായിങ്കൽ ദൈവം ഇറങ്ങി വന്ന് യഹൂദന് ന്യായപ്രമാണം കൊടുത്തത് മുതൽ ശലോമോൻ രാജാവിൻ്റെ ദൈവാലയ പ്രതിഷ്ഠയുടെ കാലയളവ് വരെയാണ്. യഹൂദന് ദൈവം ന്യായപ്രമാണം കൊടുത്തത് BC 1606 ശലോമോന്റെ ദൈവാലയം പ്രതിഷ്ഠിക്കുന്നത് BC 1005 1606 മുതൽ 1005 വരെ കണക്കാക്കിയാൽ നമുക്ക് 601 വർഷങ്ങൾ കിട്ടും. ഈ 601 വർഷങ്ങളിൽ 111 വർഷങ്ങൾ കിഴിച്ചാലേ 490 എന്നുള്ളതായ കാലസംഖ്യ കിട്ടുകയുള്ളൂ. ഈ 111 വർഷങ്ങൾ ദൈവം യഹൂദജാതിയോട് ഇടപെടാതിരുന്ന കാലയളവാണ്. അങ്ങനെ ഒരു കാലക്കണക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തെളിഞ്ഞു കിട്ടുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6 സ്ഥലത്ത് യഹൂദജാതി മറ്റുള്ളവർക്ക് കീഴടങ്ങിയിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് നാം കാണുന്നത് ന്യായാധിപന്മാർ 3:8 രണ്ടാമത് കാണുന്നത് ന്യായാധിപന്മാർ 3:14 മൂന്നാമത് കാണുന്നത് ന്യായാധിപന്മാർ 4:2-3 വാക്യങ്ങളിലാണ്. നാലാമതായി നാം കാണുന്നത് ന്യായാധിപന്മാർ 6:1 അഞ്ചാമതായി നാം കാണുന്നത് ന്യായാധിപന്മാർ 10:7-8 വാക്യങ്ങളിലാണ്. ആറാമതായി നാം കാണുന്നത് ന്യായാധിപന്മാർ 13:1 ഈ ഭാഗങ്ങൾ പെട്ടെന്ന് ഇവിടെ കർത്തദാസൻ മൈക്കിലൂടെ വായിക്കും. ഈ 6 ഭാഗത്ത് കാണുന്ന കാലയളവ് നാം കൂട്ടി നോക്കിയാൽ 111 വർഷങ്ങൾ എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് യഹൂദജാതി ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ ഇരുന്ന സമയത്ത് ദൈവം അവരെ ചിലരുടെ കീഴിലാക്കി കളഞ്ഞു. അങ്ങനെ മറ്റുള്ളവരുടെ കീഴിൽ അവർ ഭരിക്കപ്പെട്ട കാലയളവാണ് ഈ 111 വർഷങ്ങൾ എന്ന് കാണാം. ന്യായാധിപന്മാർ 3:8 വാക്യം ആദ്യമായി വായിച്ചാട്ടെ. അവരാരുടെ കീഴിൽ എത്ര വർഷം അടിമകളായിരുന്നു? വായിക്കാം. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ ദിശാദയീമിന് വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ ദിശാദയീമിനെ 8 സംവത്സരം സേവിച്ചു. 8 സംവത്സരം സേവിച്ചു. ആരെ സേവിച്ചു? മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ ദിശാദയീമിന് ഇസ്രായേൽ മക്കൾ കീഴടങ്ങിയിരുന്ന കാലയളവ് 8 കൊല്ലമാണ്. രണ്ടാമത്തെ കണക്ക് അതിന്റെ 14 വാക്യത്തിൽ കാണാം. വായിച്ചേ. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ശ്രദ്ധിക്കുക, രണ്ടാമത് അവർ കീഴടങ്ങിയിരുന്നത് മോവാബ് രാജാവായ എഗ്ലോനെയാണ്. അവര് 18 സംവത്സരം കീഴടങ്ങിയിരുന്നു. തുടർന്ന് നാം കാണുന്നത് 4-ാം അധ്യായം 2-3 വാക്യങ്ങളിലാണ്. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീനെ വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹരോശ്യത്തിൽ പാർത്തിരുന്ന സീസര ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത്. കനാന്യർക്ക് കീഴിൽ യഹൂദജാതി കിടന്ന കാലയളവ് 20 വർഷമാണ്. തുടർന്ന് നാം കാണുന്നത് 6-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യ ജാതിയുടെ കീഴിൽ യഹൂദൻ കിടന്നത് 7 വർഷമാണ്. തുടർന്ന് നാം കാണുന്നത് 10:7-8 വാക്യങ്ങളാണ്. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമോനിയരുടെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അന്ന് മുതൽ 18 സംവത്സരത്തോളം ഇസ്രായേൽ മക്കളെ യോർദാനക്കരെ ഗിലെയാദ് എന്ന അമോനിയ ദേശത്തുള്ള എല്ലാ ഇസ്രായേൽ മക്കളെയും തന്നെ ഉപദ്രവിച്ച് ഞെരുക്കി. അപ്പോൾ ഫെലിസ്ത്യരുടെയും അമ്മോന്യരുടെയും കീഴിൽ യഹൂദജാതി കിടന്ന കാലയളവ് 18 സംവത്സരമാണ്. തുടർന്ന് 13-ാം അധ്യായം 1-ാം വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഫെലിസ്ത്യരുടെ കീഴിൽ യഹൂദജാതി കിടന്നത് 40 വർഷമാണ്. അപ്പോൾ ഒന്നാമത് മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ ദിശാദയീമിന്റെ കീഴിലെ അടിമകാലം 8 കൊല്ലം. രണ്ടാമത് മോവാബ് രാജാവായ എഗ്ലോനെ സേവിച്ച കാലം 18 കൊല്ലം. തുടർന്ന് കനാന്യരെ സേവിച്ച കാലയളവ് 20 കൊല്ലം. തുടർന്ന് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ മിദ്യാന്യരെ അവർ സേവിച്ച കാലയളവ് 7 കൊല്ലം. തുടർന്ന് 10-7-8 വാക്യങ്ങളിൽ ഫെലിസ്ത്യരെയും അമ്മോന്യരെയും അവർ സേവിച്ചത് 18 കൊല്ലം. തുടർന്ന് 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഫെലിസ്ത്യരെ അവർ സേവിച്ചത് 40 കൊല്ലം. ഇത്രയും കാലയളവ് നാം കണക്കാക്കിയാൽ 111 എന്ന് കിട്ടും. 111 വർഷങ്ങൾ. അപ്പം ന്യായപ്രമാണം ലഭിച്ച BC 1606 മുതൽ ശലോമോന്റെ ദൈവാലയ പ്രതിഷ്ഠ കാലയളവായ BC 1005 വരെയുള്ള 601 വർഷങ്ങളിൽ യഹൂദനോട് ദൈവം ഇടപെടാതിരുന്ന ഈ ന്യായാധിപന്മാരുടെ കാലത്തുണ്ടായ അവരുടെ വിശ്വാസത്യാഗത്തിൻ്റെ കാലയളവായ 111 വർഷങ്ങൾ കിഴിച്ചാൽ 490 സംവത്സരം എന്ന കാലസംഖ്യ കിട്ടുന്നു. ഇതാണ് രണ്ടാമത്തെ 490. മൂന്നാമത് ശലോമോന്റെ ദൈവാലയ പ്രതിഷ്ഠയുടെ കാലം മുതൽ അസ്തകശട്ട രാജാവ് യെരുശലേം പുതുക്കി പണിയുവാൻ നെഹമ്യാവിന് കൽപ്പന കൊടുത്ത കാലയളവ് വരെയുള്ളതാണ് 490.
ശലോമോന്റെ ദൈവാലയ പ്രതിഷ്ഠ BC 1005 അർത്തഹ്ശഷ്ടാ രാജാവ് നെഹമ്യാവിന് യെരൂശലേം നഗരം പുതുക്കി പണിയുവാൻ കൽപ്പന കൊടുത്തത് BC 445 അങ്ങനെ BC 1005 മുതൽ BC 445 വരെ കണക്കാക്കിയാൽ 560 വർഷങ്ങളുണ്ട്. ഈ 560 വർഷങ്ങളുടെ ഇടയിലാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദാനിയേലിന്റെ കാലത്ത് 70 കൊല്ലം ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിലായിരുന്നത്. ഈ 560 വർഷത്തിൽ നിന്ന് 70 വർഷം കിഴിച്ചാൽ 490 എന്നുള്ള കാലസംഖ്യ കിട്ടും. ഇതാണ് മൂന്നാമത്തെ 490. അപ്പോൾ 490 വർഷങ്ങൾ ദൈവം യഹൂദനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. നാലാമത്തെ 490 അർത്തഹ്ശഷ്ടാ രാജാവ് യെരൂശലേം പണിയുവാൻ നെഹമ്യാവിന് കൽപ്പന കൊടുത്ത BC 445 മുതൽ മശിയ ഈ ഭൂമിയിൽ രാജാവാകുന്നത് വരെയാണ് യഹൂദനോടുള്ള ബന്ധത്തിൽ 490 സംവത്സരങ്ങൾ. ഒന്നാമത്തെ കണക്കിൽ ഒരു ബ്രാക്കറ്റ് കാലയളവുണ്ട്, അത് 15 വർഷമാണ്. രണ്ടാമത്തെ കാലയളവിൽ ഒരു ബ്രാക്കറ്റ് കാലമുണ്ട്, അത് 111 വർഷമാണ്. മൂന്നാമത്തെ കാലയളവിൽ ഒരു ബ്രാക്കറ്റ് കാലമുണ്ട്, അത് 70 വർഷങ്ങളാണ്. നാലാമത്തെ 490 ഒരു ബ്രാക്കറ്റ് കാലയളവുണ്ട്, അത് എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ കർത്താവ് വരണം. പ്രൈസ് ദി ലോർഡ്. ആ ബ്രാക്കറ്റ് കാലയളവാണ് ഈ സഭാകാലയളവായ കൃപായുഗം. കൃപായുഗം AD 31 തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും അത് തീർന്നിട്ടില്ല. ഇന്ന് യേശു വന്നാൽ AD 31 മുതൽ AD 2008 വരെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ബ്രാക്കറ്റ് കാലയളവ് അങ്ങോട്ട് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നാലാമത്തെ 490 ആയി. തുടർന്ന് ഇസ്രായേലിനോട് ദൈവം ഇടപെടാൻ തുടങ്ങും. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, അർത്തഹ്ശഷ്ടാ രാജാവ് യെരൂശലേം പണിയുവാൻ നെഹമ്യാവിന് കൽപ്പന കൊടുത്തത് BC 445. അതുമുതൽ മശിയ ഈ ഭൂമിയിൽ രാജാവാകുന്നത് വരെ 490 സംവത്സരങ്ങൾ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ 70 ആഴ്ചവട്ടം എന്നൊരു സംഖ്യ പറയുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ വന്ന് ദാനിയേലിനോട് സംസാരിക്കുന്ന ഭാഗമാണ്. തന്റെ പ്രാർത്ഥനയെ തുടർന്ന് ഗബ്രിയേൽ മാലാഖ സംസാരിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ സ്പഷ്ടമായി ഒന്ന് വായിച്ചാട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഗബ്രിയേൽ മാലാഖ വരുന്നു. ദാനിയേൽ 9-ന്റെ 20 മുതൽ 24 വരെ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിന് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം എന്നുള്ളതിന് മൂലഭാഷയിൽ 70 ഏഴുകൾ എന്നാണ്. ഒരാഴ്ച 7 ദിവസം, അങ്ങനെ 70 ആഴ്ച, 70 ഏഴുകൾ. അപ്പോൾ 7 7 49, 490 ദിവസങ്ങളെന്ന് കിട്ടും. 70 ഏഴുകൾ എന്ന് പറഞ്ഞാൽ 490 ദിവസങ്ങൾ. 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാലും 70 ആഴ്ച. ഒരാഴ്ചയ്ക്ക് 7 ദിവസമുണ്ട്, 70 ആഴ്ചയ്ക്ക് 490 ദിവസങ്ങൾ. അതിനെ 3ആയി ഭാഗിക്കുകയാണ് ഈ പഠനത്തിൽ. ഒന്നാമത്തെ ഭാഗമാണ് 7 ആഴ്ചവട്ടം, രണ്ടാമത്തെ ഭാഗമാണ് 62 ആഴ്ചവട്ടം, മൂന്നാമത്തെ ഭാഗമാണ് ഒരാഴ്ചവട്ടം. അപ്പോൾ 62 + 7 = 69, തുടർന്ന് +1 70, അങ്ങനെ 70 ആഴ്ചവട്ടം. അങ്ങനെ 70 ആഴ്ചവട്ടത്തെ 3ആക്കി ഭാഗിക്കുന്നു. 1 7 ആഴ്ചവട്ടം, 2 62 ആഴ്ചവട്ടം, 3 ഒരാഴ്ചവട്ടം = 70 ആഴ്ചവട്ടങ്ങൾ. ശ്രദ്ധിക്കുക, ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള കണക്കാണത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇത് പ്രവചന ദിവസമാണ് 490 ദിവസം. ഈ 490 പ്രവചന ദിവസങ്ങൾ നാം മനസ്സിലാക്കണം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രവചന ദിവസത്തിൻ്റെ അളവുകോൽ എന്താണെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്.
സംഖ്യാപുസ്തകം അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 34 വാക്യം നാം വായിച്ചാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രവചന ദിവസത്തിൻ്റെ അളവുകോൽ എത്രയാണെന്ന് നമുക്ക് കിട്ടും. വായിച്ചാട്ടെ, സംഖ്യ 14:34. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം. ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം. 40 സംവത്സരം നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. ഇസ്രായേൽ മക്കൾ 40 ദിവസം കൊണ്ടാണ് കനാൻ ഒറ്റുനോക്കി വന്നത്. 12 പേരെ മോശ അയച്ചു, 10 പേർ അവിശ്വസിച്ചു, 2 പേർ വിശ്വസിച്ചു. വിശ്വസിച്ചവർ യോശുവയും കാലേബുമാണ്. 10 പേർ അവിശ്വസിച്ചതിനാൽ, ഇസ്രായേൽ ഒരു രാത്രി അവിശ്വസിച്ച് കരഞ്ഞതിനാൽ ദൈവം പറഞ്ഞു, ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന് ഒരു ദിവസത്തിന് ഒരു ദിവസം വീതം, ഒരു വർഷം വീതം 40 വർഷം നിങ്ങൾ മരുഭൂമിയിൽ ഉഴന്നലയേണ്ടി വരും. അപ്പോൾ ഒരു ദിവസത്തിന് ഒരു വർഷമാണ് കണക്ക്. അങ്ങനെയെങ്കിൽ 490 ദിവസം എന്നുള്ളത് 490 വർഷമാണ്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന് 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വായിച്ച് 9-ാം അധ്യായം 25-ാം വാക്യം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, ഗബ്രിയേൽ മാലാഖ ദാനിയേലിനോട് പറയുകയാണ്, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭുവിനെ 7 പ്രഭു വരെ 7 ആഴ്ചവട്ടം തുടർന്ന് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. കണ്ടോ, വീണ്ടും പണിയും. ഇംഗ്ലീഷ് ബൈബിൾ നാം നോക്കിയാൽ, കിങ് ജെയിംസ് വേർഷനിൽ നോക്കിയാൽ ആ വാക്യം ഇങ്ങനെയാണ്: യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 62 ആഴ്ചവട്ടങ്ങൾ, മൊത്തം 69 ആഴ്ചവട്ടങ്ങൾ. ഇതിൽ ആദ്യത്തെ 7 ആഴ്ചവട്ടങ്ങൾ അഥവാ 49 വർഷങ്ങൾ, 7 49 വർഷങ്ങൾ യെരൂശലേമിന്റെ കേടുപാട് തീർക്കുന്ന കാലമായി പരിണമിച്ച് തുടർന്ന് വന്ന 62 ആഴ്ചവട്ടങ്ങൾ. അതുകൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. കണ്ടോ, വീണ്ടും പണിയും. ഇംഗ്ലീഷ് ബൈബിൾ നാം നോക്കിയാൽ, കിങ് ജെയിംസ് വേർഷനിൽ നോക്കിയാൽ ആ വാക്യം ഇങ്ങനെയാണ്: യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 62 ആഴ്ചവട്ടങ്ങൾ, മൊത്തം 69 ആഴ്ചവട്ടങ്ങൾ. ഇതിൽ ആദ്യത്തെ 7 ആഴ്ചവട്ടങ്ങൾ അഥവാ 49 വർഷങ്ങൾ, 7 49 വർഷങ്ങൾ യെരൂശലേമിന്റെ കേടുപാട് തീർക്കുന്ന കാലമായി പരിണമിച്ച് തുടർന്ന് വന്ന 62 ആഴ്ചവട്ടങ്ങൾ അഥവാ 434 സംവത്സരങ്ങൾ അവസാനിച്ചപ്പോൾ മൊത്തം 69 ആഴ്ചവട്ടങ്ങൾ അഥവാ 483 വർഷങ്ങൾ അവസാനിച്ചു. അത് അവസാനിച്ച കൃത്യസമയത്താണ് കർത്താവായ യേശുക്രിസ്തു കഴുതക്കുട്ടിമേൽ വാഹനമേറി യെരൂശലേമിലേക്ക് ചെന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം പോലും കണക്കിൽ തെറ്റാതെ കൃത്യമായി കർത്താവ് ആ ദിവസം ഹോശന്ന ഞായറാഴ്ച യെരൂശലേമിലേക്ക് ചെന്നു. അന്ന് യഹൂദൻ ജാതിയായി യേശുവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു ബൈബിൾ ക്ലാസ് ഇവിടെ നടക്കില്ലായിരുന്നു. പക്ഷേ ദൈവം തന്റെ സർവജ്ഞാനത്തിൽ യഹൂദൻ മശിഹായെ തള്ളുമെന്ന് ദൈവം മുൻകണ്ടതിനാൽ, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തുവിലൂടെ ലോകത്തിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം ദൈവം മുമ്പ് കൂട്ടി അബ്രഹാമിനോട് പറഞ്ഞു. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ സർവജ്ഞാനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഹോശന്ന ഞായറാഴ്ച കഴുതക്കുട്ടിമേൽ കയറി യെരൂശലേമിലേക്ക് ചെന്നത് എന്നാണെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ അർത്തഹ്ശഷ്ടാ രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്തത് എന്നാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. നെഹമ്യാവിന്റെ പുസ്തകം എടുത്തിട്ട് 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ അർത്തഹ്ശഷ്ടാ രാജാവ് നെഹമ്യാവിന് യെരൂശലേം പുതുക്കിപ്പണിയാൻ കൽപ്പന കൊടുത്ത ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചാട്ടെ. അർത്തഹ്ശഷ്ടാ രാജാവിന്റെ 20-ാം ആണ്ടിൽ, അർത്തഹ്ശഷ്ടാ രാജാവിന്റെ 20-ാം ആണ്ടിൽ
നിസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുൻപാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായി ഇരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ളമുണ്ടായിട്ട് അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും എന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അർത്തഹ്ശഷ്ടാ രാജാവ് സിംഹാസനത്തിൽ കയറിയതിന്റെ 20-ാം ആണ്ട് നീസാൻ മാസം എന്ന് പറഞ്ഞ യഹൂദന്റെ 1-ാം മാസമാണ്. 1-ാം മാസം 1-ാം തീയതിയാണ് നെഹമ്യാവ് ചക്രവർത്തിയോട് യെരൂശലേമിൽ പോകുവാൻ അനുവാദം ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. അന്നാണ് പോകുവാൻ കൽപ്പന കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അർത്തഹ്ശഷ്ടാ രാജാവ് മെദിയ-പാർസ്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാണ്. അദ്ദേഹം എന്ന് പ്രൈസ് ദി ലോർഡ് ഈ സാമ്രാജ്യം ഭരിക്കാൻ പ്രവേശിച്ചെന്നും അദ്ദേഹത്തിന് 20-ാം ആണ്ട് എന്നാണെന്നും യഹൂദന്റെ 1-ാം മാസം 1-ാം തീയതി എന്നാണെന്നും ചരിത്രത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അർത്തഹ്ശഷ്ടാ രാജാവ് യെരൂശലേം പുതുക്കി പണിയുവാൻ നെഹമ്യാവിന് കൽപ്പന കൊടുത്തതായി പ്രൈസ് ദി ലോർഡ് ലോകത്തിൽ ഗണിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ് BC 445 മാർച്ച് മാസം 14-ാം തീയതിയാണ്. സ്തോത്രം. അങ്ങനെ BC 445 മാർച്ച് മാസം 14-ാം തീയതി യെരൂശലേം പുതുക്കി പണിയുവാൻ യെരൂശലേമിലേക്ക് പോകുവാൻ അർത്തഹ്ശഷ്ടാ രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്തു. അതുമുതൽ യേശുക്രിസ്തു ഹോസന്നാ ഞായറാഴ്ച കഴുതക്കുട്ടിമേൽ കയറി യെരൂശലേം നഗരത്തിലേക്ക് പ്രവേശിച്ചതായി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ് AD 31 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം മുതൽ 40-ാം വാക്യം വരെയും വായിച്ചാൽ, ലൂക്കോസ് 19-ന്റെ 36 മുതൽ 40 വരെ വായിച്ചാൽ ക്രിസ്തുവിന്റെ നഗരപ്രവേശനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഹോസന്നാ ഞായറാഴ്ചയായിട്ട് ലോകം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് AD 31 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. അങ്ങനെ BC 445 മാർച്ച് മാസം 14-ാം തീയതി മുതൽ AD 31 ഏപ്രിൽ മാസം 4-ാം തീയതി വരെ കണക്കാക്കിയാൽ 476 സൂര്യവർഷങ്ങളും 21 ദിവസങ്ങളും കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ സൂര്യമാന കലണ്ടറാണ്. ഒരു വർഷത്തിൽ 365 കാൽ ദിവസമാണ്. യഹൂദന്റെ കലണ്ടർ ചന്ദ്രമാന കലണ്ടറാണ്. എല്ലാ മാസത്തിനും 30 ദിവസമാണ്. അങ്ങനെ വർഷത്തിന് 360 ദിവസമാണ്. സ്തോത്രം. നമ്മൾ ഉപയോഗിക്കുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. യഹൂദന്റെ മാസങ്ങൾ ആബീബ് അഥവാ നീസാൻ, ആബീബ്, സീവ്, സീവാൻ, തമ്മൂസ്, ഓബ്, ഏലൂൻ, ഏദാനീം, ബൂൽ, കിസ്ലേവ്, തേബത്ത്, ശേബത്ത്, ആദാർ. നമ്മുടെ കേരളത്തിൽ കൊല്ലവർഷമുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അത് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. കേരളത്തിന് വെളിയിൽ അത് അംഗീകരിക്കത്തില്ല. എന്നാൽ ലോകം അംഗീകരിച്ചിരിക്കുന്ന കലണ്ടർ ഈ സൂര്യമാന കലണ്ടറാണ്. ജനുവരി മുതൽ ഡിസംബർ വരെ. യഹൂദന്റെ കലണ്ടർ ചന്ദ്രമാന കലണ്ടറാണ്. ആബീബിൽ തുടങ്ങുകയാണ്. ആബീബ്, സീവ്, സീവാൻ, തമ്മൂസ്, ഓബ്, ഏലൂൻ, ഏദാനീം, ബൂൽ, കിസ്ലേവ്, തേബത്ത്, ശേബത്ത്, ആദാർ. ഇതാണ് യഹൂദന്റെ കലണ്ടർ. അപ്പോൾ BC 445 മാർച്ച് 14 എന്ന് പറയുന്നത് സൂര്യമാന കലണ്ടറാണ്. AD 31 ഏപ്രിൽ മാസം 4 എന്ന് പറയുന്നത് സൂര്യമാന കലണ്ടറാണ്. സൂര്യമാന കലണ്ടറിൽ ഒരു വർഷത്തിന് 360 ദിവസമല്ല, 365 കാൽ. അപ്പൊ 5.25 ദിവസം കൂടുതലുണ്ട് മറ്റേ കലണ്ടറും ഈ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മുടെ കലണ്ടർ നോക്കിയാൽ ഫെബ്രുവരിയിൽ 3 വർഷങ്ങളിൽ 28 ദിവസമാണെങ്കിൽ 4-ാം വർഷം വരുമ്പോൾ 29 ദിവസം കാണാം.
വീണ്ടും 3 വർഷങ്ങളിൽ ഫെബ്രുവരി 28 കാണുള്ളൂ. 4-ാം വർഷം 29 കാണും. വീണ്ടും 3 വർഷം ഫെബ്രുവരി 28 4-ാം വർഷം 29. കാരണം 4 വർഷം കൂടുമ്പോഴാണ് ഈ 4 കൂടുമ്പോൾ 1 ആകണത്. അതുകൊണ്ട് ഫെബ്രുവരി 29 ജനിച്ചവർക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണെങ്കിൽ 4 വർഷത്തിൽ 1 പ്രാവശ്യം ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ BC 445 മാർച്ച് മാസം 14 മുതൽ AD 31 ഏപ്രിൽ മാസം 4 വരെ കണക്കാക്കിയാൽ 476 ചന്ദ്രവർഷങ്ങളല്ല, 476 സൂര്യവർഷങ്ങളും 21 ദിവസങ്ങളും ഉണ്ട്. ഈ 476 സൂര്യവർഷങ്ങളിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. എന്നിട്ട് ആ ദിവസങ്ങളിലേക്ക് ചില്ലറയായി നിൽക്കുന്ന 21 ദിവസങ്ങൾ കൂട്ടണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു വർഷത്തിൽ 365 ദിവസമായതുകൊണ്ട് 1/4 ദിവസം അവിടെ വെച്ചിട്ട് 476 365 കൊണ്ട് ഗുണിക്കണം. 476 365 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയോട് ചേർത്ത് അതിവർഷങ്ങളായി വരുന്ന 119 അതിവർഷങ്ങളുടെ 119 ദിവസങ്ങൾ ചേർക്കണം. ഈ 119 ദിവസങ്ങൾ ഈ 1/4 ദിവസങ്ങൾ കൂടി കിട്ടുന്നതാണ്. ആ സംഖ്യയോട് ചേർത്ത ശേഷം അപ്പോൾ 476 365 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയോട് അതിവർഷങ്ങളായി വരുന്ന 119 അതിവർഷങ്ങളുടെ 119 ദിവസങ്ങൾ ചേർക്കുകയും പിന്നീട് ചില്ലറയായി നിൽക്കുന്ന 21 ദിവസങ്ങൾ കൂട്ടുകയും ചെയ്യുമ്പോൾ 1,73,880 എന്ന ദിനസംഖ്യ കിട്ടും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യെരുശലേം പുതുക്കി പണിയുവാൻ അർത്തഹ്ശഷ്ടാ രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്ത BC 445 മാർച്ച് മാസം 14 മുതൽ നമ്മുടെ കർത്താവ് കഴുതക്കുട്ടിമേൽ കയറി യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിച്ച AD 31 ഏപ്രിൽ മാസം 4 വരെ എത്ര ദിവസങ്ങളുണ്ടെന്നറിയാമോ? 1,73,880 ദിവസങ്ങളുണ്ടെന്ന്. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി ശ്രദ്ധിക്കുക, യഹൂദന്റെ കലണ്ടർ ബൈബിൾ അനുസരിച്ചാണ്, ചന്ദ്രമാന കലണ്ടറാണ്. അവരുടെ കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത് ബൈബിൾ അനുസരിച്ചാണ്. അപ്പോൾ ഇത് പ്രവചന ദിവസങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണക്കാക്കിയെടുത്തത് പ്രവചന ദിവസങ്ങളാണ്. ശ്രദ്ധിക്കുക, ഈ യഹൂദനോടുള്ള ബന്ധത്തിൽ പ്രവചന വർഷങ്ങളുടെ താക്കോൽ ഏതാണ്? പ്രവചന വർഷങ്ങളുടെ താക്കോൽ കാണണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ചെല്ലണം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ ജലപ്രളയ കണക്കുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ വായിക്കണം. അങ്ങനെ ഉൽപ്പത്തി 7:11 മുതൽ 8:4 വരെ കാണുന്ന നോഹയുടെ കാലത്തെ ജലപ്രളയ കണക്കിൽ, പ്രൈസ് ദി ലോർഡ്, നോഹയുടെ ആയുഷിന്റെ 600 സംവത്സരം 2-ാം മാസം 17-ാം തീയതിയാണ് ജലപ്രളയം തുടങ്ങിയത്. അരരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതെന്നാണ് 7-ാം മാസം 17-ാം തീയതിയാണ്. 8:4 വായിച്ചേ. അരരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതെന്നാന്ന് നോക്കിയേ. ഉൽപ്പത്തി 8:4 സ്പീഡിൽ വായിക്കേ. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കണ്ടോ? അപ്പൊ 2-ാം മാസം 17-ാം തീയതി മഴ തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 2-ാം മാസം 17-ാം തീയതി മുതൽ 7-ാം മാസം 17-ാം തീയതി വരെ 5 മാസമാണ്. ശ്രദ്ധിച്ച്, 2-ാം മാസം 17-ാം തീയതി മുതൽ 7-ാം മാസം 17-ാം തീയതി വരെ എത്ര മാസങ്ങളുണ്ട്? 5 മാസങ്ങൾ. ഈ 5 മാസങ്ങൾക്ക് എത്ര ദിവസമുണ്ട്? 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യം. ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ ഭൂമിയിൽ വെള്ളം എത്ര ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു? 150 ദിവസം. അപ്പൊ 2-ാം മാസം 17-ാം തീയതി മുതൽ 7-ാം മാസം 17-ാം തീയതി വരെയുള്ള 5 മാസങ്ങൾക്ക് എത്ര ദിവസമുണ്ട്? 150 ദിവസം. 5 മാസങ്ങൾക്ക് 150 ദിവസമാണെങ്കിൽ 3 15, ഒരു മാസത്തിന് 30 ദിവസം.
അപ്പോൾ എല്ലാ മാസത്തിനും 30 ദിവസമാണ്. അതാണ് യഹൂദൻ്റെ കലണ്ടർ. അപ്പോൾ ഒരു മാസത്തിന് 30 ദിവസമാണെങ്കിൽ 12 മാസത്തിന് 360 ദിവസം. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടിയെടുത്ത 1,73,880 ദിവസങ്ങളെ നമ്മൾ 360 ദിവസങ്ങൾ വീതമുള്ള ചന്ദ്രമാന വർഷങ്ങളാക്കി മാറ്റണം. മാറ്റാൻ എന്ത് ചെയ്യണം? 1,73,880 360 കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പോൾ ഹരണഫലം എത്ര? 483. സന്തോഷമുള്ള ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അപ്പം 490 എത്ര വർഷമോടെ ഉണ്ട്? 7 വർഷം കൂടെ. ഒന്നുകൂടെ പറഞ്ഞാൽ, യെരൂശലേം പുതുക്കി പണിയുവാൻ അർത്തശ്രേഷ്ഠ രാജാവ് നെഹമ്യാവിന് കൽപ്പന കൊടുത്ത BC 445 മാർച്ച് മാസം 14 തീയതി മുതൽ 1,73,880 ദിവസങ്ങൾ അഥവാ 483 പ്രവചന വർഷങ്ങൾ അഥവാ 69 ആഴ്ചവട്ടങ്ങൾ കഴിയുന്ന കൃത്യ ദിവസമായി AD 31 ഏപ്രിൽ മാസം 4 തീയതി നമ്മുടെ യേശു തമ്പുരാൻ യെരൂശലേം നഗരത്തിലേക്ക് കഴുതക്കുട്ടിമേൽ വാഹനമേറി കടന്നു ചെന്നു. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. കറക്റ്റ് ആ ദിവസം നമ്മുടെ യേശു അവിടെ ചെന്നു. അന്ന് യഹൂദൻ യേശുവിനെ ജാതിയായി സ്വീകരിച്ചായിരുന്നെങ്കിൽ രാജാവാകാനാണ് അവൻ അങ്ങോട്ട് ചെന്നത്. വർഷങ്ങളായി പ്രൈസ് ദി ലോർഡ് അവരെ പുറജാതികൾ ഭരിക്കുകയാണ്. BC 606 പ്രൈസ് നെബൂഖദ്നേസർ ചക്രവർത്തി അവരുടെ ഭരണം പിടിച്ചെടുത്തത് മുതൽ ആ യേശു ചെല്ലുന്ന ദിവസം വരെയും അവരെ വിവിധ സാമ്രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BC 606 മുതൽ BC 536 വരെ ബാബിലോൺ, BC 536 മുതൽ BC 330 വരെ മേദ്യ പാർസ്യ, BC 330 മുതൽ BC 30 വരെ യവനായ സാമ്രാജ്യം, BC 30 മുതൽ AD 364 വരെ റോമൻ സാമ്രാജ്യം. അതിനെ തുടർന്നാണ് റോമൻ സാമ്രാജ്യം രണ്ടായി പിരിഞ്ഞത്. അതിനെ തുടർന്നാണ് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ജനാധിപത്യ ഭരണ വ്യവസ്ഥിതി വന്നത്. അങ്ങനെയെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അവർ ഭരിക്കപ്പെടുന്ന സമയത്താണ് യേശു യഹൂദന്മാരുടെ രാജാവായി അവരെ വാഴുവാൻ അങ്ങോട്ട് കയറി ചെന്നത്. സഖറിയ പ്രവചനം 9-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ അവരുടെ രാജാവ് താഴ്മയുള്ളവനായി സൗമ്യതയുള്ളവനായി കഴുതമേലും അതിന്റെ കുട്ടിമേലും വാഹനമേറി അവർ അടുക്കലാക്കി ചെല്ലുമെന്ന് സഖറിയാവ് പ്രവചിച്ചു. ആ പ്രവചനം നിറവേറി. അത് മനസ്സിലാക്കിയവർ അവന് ഹോസന്ന പാടി. ദാവീദ് പുത്രൻ ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്ത് വിളിക്കാൻ കാരണം അവർക്കറിയാം അവനാണ് യഹൂദന്മാരുടെ രാജാവ്. അന്ന് യഹൂദന്മാരുടെ സംഘം യേശുവിനെ സ്വീകരിച്ചായിരുന്നെങ്കിൽ, സ്വീകരിച്ചില്ല. സ്തോത്രം, സ്തോത്രം. അത് ഞായറാഴ്ചയാണ് സംഭവിച്ചത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചേ. ആ ഹോസന്ന ഞായറാഴ്ച യേശു എന്താ ചെയ്തേ? വായിച്ചേ. 19-ന്റെ 41-42. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ, അവൻ യെരൂശലേം നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. അതിനെക്കുറിച്ച് എന്ത് ചെയ്തു? കരഞ്ഞു. യെരൂശലേം നഗരത്തിന് വരുവാൻ പോകുന്ന നാശം കണ്ട് നമ്മുടെ കർത്താവ് കരഞ്ഞു. ഈ നാളിൽ പ്രത്യേക ശ്രദ്ധിക്കുക. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. കർത്താവ് ഒരു പ്രത്യേക പദം പറഞ്ഞു, ഈ നാളിൽ എന്ന് വെച്ചാൽ ഈ ദിവസത്തിൽ എന്ന് പറയാൻ കാരണം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. 4ാമത്തെ 490 വർഷങ്ങളുടെ കറക്റ്റ് 483-ാം വർഷം തികയുന്ന ആ ദിവസമാണ് യേശു ചെന്നത്. അതാ യേശു പറഞ്ഞ ഈ നാളിൽ. ഒരു ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ലെന്ന്. ഈ പുസ്തകം ചുമക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് പിടിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ഇത് പിടിക്കാൻ നമുക്കൊരു അലങ്കാരമാണ്. ഇത് പിടിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഇത് ചുമന്നാൽ ഇതിൽ വെളിപ്പെട്ട ദൈവം നമ്മെ ചുമക്കും. സന്തോഷമുള്ളത് ഇത് ഉയർത്തിയൊരു കല്ലേറിയ പറയേ, ഉറക്കെ പറയേ, ഉറക്കെ പറയേ. വള്ളിപ്പുള്ളി മാറുകയില്ല. ഞായറാഴ്ച അവനങ്ങോട്ട് ചെന്നെങ്കിൽ, ഇനി വായിച്ചേ ദാനിയേൽ പ്രവചനം 9:26 വായിച്ച് എന്താ സംഭവിക്കുന്നതെന്ന്. ദാനിയേൽ പ്രവചനം 9:26 25-26 കൂടെ ചേർത്ത് വായിക്കുക, അപ്പോൾ മനസ്സിലാകും.
അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ ആസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്ന മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം തുടർന്ന് 62 ആഴ്ചവട്ടം കൊണ്ട് 7 + 62 = 69 62 ആഴ്ചവട്ടം കൊണ്ട് വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് മൊത്തം 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ എന്ത് ചെയ്യും? ഛേദിക്കപ്പെടും. അപ്പൊ മൊത്തം 69 ആഴ്ചവട്ടങ്ങൾ അഥവാ 483 വർഷങ്ങൾ അഥവാ 1,73,880 ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിഷിക്തൻ എന്ത് ചെയ്യും? ഛേദിക്കപ്പെടും. അത് തികഞ്ഞത് ഹോസന്ന ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ ഞായറാഴ്ച അത് തികഞ്ഞെങ്കിൽ ആ ആഴ്ചയിലെ വെള്ളിയാഴ്ച യേശു ക്രൂശിൽ മരിച്ചു. അത് കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ചയിൽ തന്നെ യേശു ക്രൂശിൽ മരിച്ചു. അതിനു മുമ്പ് മരിച്ച പ്രവചനം തെറ്റും. യേശുവിനെ അറിയുവാൻ അവർ കല്ലെടുത്തിട്ടുണ്ട്. ഒരു കല്ല് അവന്റെ ദേഹത്ത് വീണിട്ടില്ല. മലയിൽ നിന്ന് തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ അവർ നോക്കിയിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. പ്രവചനം തെറ്റും. ദൈവമക്കളെ, ഇതുവരെയുള്ള പ്രവചനങ്ങളല്ല അക്ഷരപ്രകാരം നിറവേറിയെങ്കിൽ യേശുവിന്റെ 2ാം വരവിനെ കുറിച്ചുള്ള പ്രവചനം അക്ഷരപ്രകാരം നിറവേറും. ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്നതിൽ പ്രാഗൽഭ്യമുണ്ട്. പൗലോസ് പറഞ്ഞു, ആകാശത്തെ കുത്തുന്നത് പോലെയില്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഞങ്ങൾ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുമ്പോൾ, തിരുവഴുത്തുകൾ തെളിയിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഉറപ്പും ധൈര്യവുമുണ്ടെന്ന്. സുവിശേഷ വിലക്ക് ഇറങ്ങിയത് ഒരു കളിപ്പീരായി പോയില്ലെന്ന്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ദൈവകുഞ്ഞുങ്ങളെ ഒരു അബദ്ധമായില്ലെന്ന്. ഇതുവരെ രക്ഷിക്കപ്പെട്ട് ആഭരണമൂരി സ്നാനപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി തീരുമാനിച്ചു സ്വർഗത്തിൽ പോകാൻ. അടുത്ത ഞായറാഴ്ച സ്നാനപ്പെട്ടിട്ട് വലിയൊരു ആഭരണം ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ലോ, നിന്റെ കാര്യം പോക്ക. നീ ഊരിയാൽ നിന്റെ കാര്യം ഓക്കെ. ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഇവിടെ നിൽക്കുമ്പോൾ വേദപുസ്തകത്തിൽ മായം ചേർത്താൽ ദൈവം എന്നെ ശിക്ഷിക്കും. ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എന്നോട് ആരും കോപിക്കരുത്. ഞാൻ ദൈവത്തിന്റെ ദാസൻ എന്നുള്ള നിലയിൽ പറയുകയാണ്. 70 ആഴ്ചവട്ടം വേണമല്ലോ. 69 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരാഴ്ചവട്ടം അഥവാ 7 വർഷം ശേഷിക്കുന്നു. അപ്പൊ ഇസ്രായേലിന്റെ ഉദ്ധാരണത്തിന് ഇനി എത്ര ആഴ്ചവട്ടം ശേഷിക്കുന്നുണ്ട്? ഒരാഴ്ചവട്ടം. എത്ര കൊല്ലം ശേഷിക്കുന്നുണ്ട്? 7 കൊല്ലം. അതാണ് 27-ാം വാക്യത്തിൽ വായിക്കുന്നത്. വായിച്ച് ദാനിയേൽ 9:27. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. കണ്ടോ, അന്തിക്രിസ്തുവിന്റെ ഭരണകാലയളവ് ഒരാഴ്ചവട്ടം അഥവാ 7 കൊല്ലം. കർത്താവ് വന്നാൽ ആമേൻ, അത് തുടങ്ങുകയാണ്. 7 കൊല്ലത്തിൽ ഒരു ദിവസം കൂടത്തില്ല, ഒരു ദിവസം കുറയത്തില്ല. പ്രവചന അക്ഷരപ്രകാരം നിറവേറും. 26-ാം വാക്യം, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അത് കഴിഞ്ഞുള്ളത് വായിച്ചാട്ടെ. തനിക്ക് വേണ്ടിയല്ല ദാനം, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. അത് അന്തിക്രിസ്തുവാണ്. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെ, വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും യെരൂശലേം ദേവാലയത്തെയും യെരൂശലേം നഗരത്തെയും നശിപ്പിക്കുന്ന കാര്യമാണ് എതിർ ക്രിസ്തു. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവനുകൊണ്ട് അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ഇംഗ്ലീഷ് തർജ്ജമയിൽ നിയമത്തെ കഠിനമാക്കും എന്നല്ല, നിയമത്തെ ഉറപ്പിക്കും. ശ്രദ്ധിക്കുക. അങ്ങനെ യഹൂദനോടുള്ളതായ ദൈവത്തിന്റെ ഇടപെടലിന്റെ 70 ആഴ്ചവട്ടങ്ങളിൽ, 490 വർഷങ്ങളിൽ, 69 ആഴ്ചവട്ടങ്ങൾ, 483 വർഷങ്ങൾ. യേശുക്രിസ്തു ഹോസന്ന ഞായറാഴ്ച കഴുതക്കുട്ടിമേൽ കയറി അവരുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ തീർന്നു. അവർ അവനെ തള്ളി. ആ ആഴ്ച വെള്ളിയാഴ്ച യേശു ക്രൂശിൽ മരിച്ചു. കൃപായുഗം തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കൃപായുഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. AD 31 കൃപായുഗം തുടങ്ങിയെങ്കിൽ ഈ 2008 ഇതുവരെയായിട്ടും കൃപായുഗത്തിന് തിരശ്ശീല വീണിട്ടില്ല. തിരശ്ശീല വീണമെങ്കിൽ യേശു മേഘത്തിൽ വന്ന് നമ്മെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഈ നീണ്ട കാലയളവ് ബ്രാക്കറ്റ് പീരീഡ് ആണ്. ഈ ബ്രാക്കറ്റ് പീരീഡ് ആകുന്ന കൃപായുഗം തീരുമ്പോൾ പിന്നെ ശേഷിക്കുന്ന യഹൂദന്റെ ഒരാഴ്ചവട്ടം അഥവാ 7 വർഷം വെളിപ്പെട്ടു വരും. അതാണ് അന്തിക്രിസ്തുവിന്റെ ഭരണകാലയളവായ മഹാപീഡനം.
ഇനി യഹൂദനുള്ള മതത്തിൽ ഒരാഴ്ച വട്ടം കൂടെ ശേഷിക്കുന്നു. അതാണ് വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ, അത് അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലയളവായ പ്രൈസലോ മഹാപീഡന കാലയളവ്. ഈ 69-നും 1-നും ഇടയ്ക്ക് കൃപായുഗം വന്നു ചേർന്നു. കൃപായുഗം തീരുമ്പോൾ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ, അത് അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലയളവായ മഹാപീഡന കാലം വെളിപ്പെട്ടു വരും. ആമേൻ. അതിനെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു ബൈബിളിൽ. ആദ്യത്തെ 3.5 വർഷം, ഒടുവിലത്തെ 3.5 വർഷം. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ ലോകത്തിൽ അവശേഷിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും പ്രൈസലോ വെളിപ്പാട് 6-ൽ നാം കണ്ട അന്തിക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിൽ അന്തിക്രിസ്തുവുമായി ഉടമ്പടിയെയും എല്ലാ ക്രൈസ്തവരും പാപ്പാ മതത്തിന് റോമൻ കത്തോലിക്ക സഭയ്ക്ക് അടിവണങ്ങി. അങ്ങനെ റോമൻ കത്തോലിക്ക സഭ സാർവത്രിക സഭയായി തീരും. അതിന്റെ അധ്യക്ഷനായ പോപ്പ് അന്തിക്രിസ്തുവുമായി ഉടമ്പടി ചെയ്യുമെന്നാണ് പ്രവചനം. നമ്മൾ ഉടമ്പടി ചെയ്യാനിരിക്കുകയല്ല, പറന്നു പോകാനിരിക്കുകയാണ്. കൈവിടപ്പെട്ടു പോകുന്ന വല്ല ബന്ധക്കോസുകാരുണ്ടെങ്കിൽ അവർ ഉടമ്പടി ചെയ്യാൻ പോകും. ഇന്നത്തെ എക്യുമിനിസം എങ്ങോട്ട്? നമ്മളുടെ ഇടയിൽ ഐക്യ കൺവെൻഷൻ, അവരുടെ ഇടയിൽ ഐക്യ കൺവെൻഷൻ. ഒറ്റ ദൈവമക്കൾ പ്രൈസല സമുദായക്കാരുടെ സൂചന യോഗത്തിന് പോകരുത്. സ്വത്രാരും പറഞ്ഞില്ല അവർക്ക്. നാം അവരുടെ പക്ഷമല്ല, അവർ നമ്മുടെ പക്ഷം ചേരുമെന്നാണ്. ബ്രഹ്മടി കേൾക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഓടരുത്. പ്രൈസല വൈദികരുമായിട്ട് നമുക്ക് യാതൊരു പിണക്കവുമില്ല. പക്ഷേ അവരുടെ ഉപദേശത്തെ നാം എതിർക്കുന്നു. അവരുമായി നമുക്ക് യാതൊരു ആത്മിക കൂട്ടായ്മയും ഇല്ലെന്ന്. സ്തോത്രം. അപ്പോസ്തലന്മാർ അന്നത്തെ മഹാപുരോഹിതന്മാരുമായിട്ടല്ല യോഗം നടത്തിയേ, അവർ വേർപെട്ട് നടത്തിയേ. ആമേൻ. പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ ദൈവമക്കൾ ഈ തൊപ്പി ധരിച്ച ബാബിലോണി വസ്ത്രം ധരിച്ച പട്ടക്കാരോടുകൂടെ യോഗത്തിൽ സംബന്ധിക്കരുത്. അവർ നമ്മുടെ യോഗത്തിൽ വന്നിരിക്കട്ടെ, നമ്മുടെ പാസ്റ്റർമാർ പ്രസംഗിക്കട്ടെ. അവർ രക്ഷിക്കപ്പെട്ട് ധാനപ്പെട്ട് തൊപ്പിയും കുപ്പായും ഊരിയിട്ട് അവർ പ്രസംഗിക്കട്ടെ. നിക്ക് തൻ്റെ ഇടത്തോടെ. അതാ മണവാട്ടി സഭയുടെ യോഗ്യത. നമ്മൾ പേടിക്കണം. കാരണം നമ്മൾ നമ്മുടെ വേർപാട് നഷ്ടപ്പെടുത്തിയാൽ പ്രൈസ് ദി ലോർഡ്, യേശു നമ്മുടെ കൂടെ നിൽക്കില്ല. സ്തോത്രം. ആ 7 വർഷത്തിന്റെ ആരംഭത്തിൽ അന്തിക്രിസ്തു പ്രൈസ് ദി ലോർഡ് നാമധേയ സഭയുമായിട്ട് മാത്രമല്ല ഉടമ്പടി ചെയ്യുക, അന്നത്തെ യഹൂദജാതിയുമായിട്ട് ഉടമ്പടി ചെയ്യും. ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ ഉടമ്പടി ലംഘിക്കപ്പെടും. അന്നാണ് യഹൂദജാതിക്ക് പീഡയുണ്ടാകുന്നത്. അന്നത്തെ പോപ്പിനെ വധിക്കും, മതാധ്യക്ഷന്മാരെ കൊല്ലും, എല്ലാ ക്രൈസ്തവരുടെ എല്ലാ സ്ഥാപന ജംഗമ സ്വത്തുക്കളും ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടും. ഒടുവിലത്തെ 3 വർഷമാണ് അതിഭീകരമായ ഭരണം. ആ ഭരണത്തിന്റെ ഒടുവിലാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ 7 വർഷം കഴിയുമ്പോൾ വെളിപ്പാട് 19-ൽ കാണുന്ന പോലെ യേശു തമ്പുരാൻ നമ്മോടുകൂടെ ഒരു മലയിലേക്ക് ഇറങ്ങി വരുന്നത്. അവന്റെ തലയിൽ അനേകം രാജമുടികൾ. അവന്റെ പ്രത്യക്ഷതയിൽ നടക്കുന്ന യുദ്ധമാണ് ഹർമഗദ്ദോൻ. മുമ്പേ ഞാൻ ഓർപ്പിച്ചല്ലോ, അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നരകത്തിൽ തള്ളി ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭടന്മാരെയും കർത്താവ് വധിച്ച് പ്രൈസ് ദി ലോർഡ് അന്ന് മരിച്ചു വീഴുന്നവരുടെ രക്തം പലസ്തീന്റെ നീളമായ ബൊസ്ര വരെയുള്ള 200 മൈൽ നീളത്തിൽ കുതിരകളുടെ കടിവാളങ്ങളെല്ലാം പൊങ്ങി ഒഴുകുമെന്നാണ് പ്രവചനം. വിജയശീലാളിതല യേശു തന്റെ വിജയത്തിന്റെ ഘോഷയാത്ര ആ യുദ്ധം കഴിഞ്ഞ് യെരുശലേമിലേക്ക് നടകൊള്ളുമ്പോൾ അവന്റെ വസ്ത്രം ചുവന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വിജയത്തിന്റെ ഘോഷയാത്ര യെരുശലേം നഗരത്തിൽ പ്രവേശിക്കും. തന്റെ തേജസ്സിന്റെ സിംഹാസനം താൻ ആ യെരുശലേം നഗരത്തിൽ സ്ഥാപിക്കും. യെരുശലേമിനെ കൊണ്ട് സത്യം ചെയ്യരുത്, അത് മഹാരാജാവിന്റെ നഗരം. ആമേൻ. ആ യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് യേശു അക്ഷരീയമായി 1000 കൊല്ലം ഇവിടെ വാഴുമ്പോൾ ഇന്ന് അവന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മൾ അവനോടുകൂടെ രാജാക്കളായി വാഴും. ഇതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. സ്തോത്രം. ആ നാട്ടിൽ ഞാൻ കാണുമെന്ന് ഓരോരുത്തർക്ക് പറയാൻ കഴിയുമോ? ദൈവമക്കളെ, നമുക്ക് വിശുദ്ധിയും വേർപാടും പാലിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാം. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. സ്തോത്രം. വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല. എത്രയും വേഗം നമ്മുടെ കർത്താവ് മേഘത്തിൽ വരും. നമുക്ക് എഴുന്നേറ്റുന്നൊരു പാട്ട് പാടുമ്പോൾ എല്ലാവരും ആത്മാവിൽ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണം.